അപ്പം നാളെ പോകുന്നത് കൊണ്ട് രാവിലെ 3 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ പിന്നെ നമുക്ക് ആ ടൈമിൽ എഴുന്നേറ്റ് ഫുഡെല്ലാം പ്രിപ്പയർ ചെയ്യാനൊന്നും നടക്കില്ല. അപ്പോൾ തൊട്ട് മുന്നത്തെ ദിവസം രാത്രി തന്നെ ബിരിയാണിയൊക്കെ വെച്ചു. കാരണം ബിരിയാണി തലേദിവസം വെച്ചാലാണ് നമുക്ക് പിറ്റേ ദിവസം കൊണ്ടുപോയിട്ട് അവിടെ ഫ്രിഡ്ജിൽ വെച്ച് ചൂടാക്കി കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ പോകുന്നതിന് മുന്നേ ബിരിയാണി കുറച്ച് കഴിക്കുകയും ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണി. പിന്നെ കുറേ പാക്കിംഗ് ഉണ്ടായിരുന്നു. രണ്ടുപേരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യണമല്ലോ. പിന്നെ അതെല്ലാം പാക്ക് ചെയ്ത് ഉറങ്ങുമ്പോൾ തന്നെ ഏകദേശം 12 മണി കഴിഞ്ഞിരുന്നു. അപ്പോൾ നല്ല ടയേർഡ് ഉണ്ടായിരുന്നു എല്ലാവർക്കും പോകുന്നതിൻ്റെയും അങ്ങനെയൊക്കെ ആയിട്ട്. ഫൗസ് മോൻ ഇപ്പോൾ വലിയ ചെക്കനായതുകൊണ്ട് അവൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൻ തന്നെ ഒറ്റയ്ക്ക് പാക്ക് ചെയ്യും. അതുകൊണ്ട് നമ്മൾ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. പോകുമ്പോഴാണെങ്കിലും അവനക്ക് ഏകദേശം അവൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ അവനക്ക് തന്നെ അറിയാം. അവൻ്റെ ഏകദേശം പാക്കിംഗ് എല്ലാം കഴിഞ്ഞു. എന്നാലും എനിക്ക് മോർണിംഗ് ഒക്കെ എല്ലാം കൂടി ഫൈനലൈസ് ചെയ്താലാണ് ഒരു മൊത്തത്തിൽ കഴിഞ്ഞു എന്നൊരു തൃപ്തി വരത്തുള്ളൂ. സത്യം പറഞ്ഞാൽ ഫൗസാൻ ഇപ്പം എന്നെ ടേക്ക് കെയർ ചെയ്യും. അവൻ തന്നെ ലഗേജും കാര്യങ്ങളൊക്കെ അവൻ തന്നെ ഒന്തിക്കോളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തൊടാൻ സമ്മതിക്കാറില്ല പൊതുവെ. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലൊക്കെ എത്തി. ഉമ്മാടൊക്കെ ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോക്കായി. പിന്നെ ഞങ്ങൾ പോകുന്നത് കണക്റ്റിംഗ് ഫ്ലൈറ്റിലാണ് കേട്ടോ. അപ്പോൾ കണക്റ്റിംഗ് ഫ്ലൈറ്റ് ഫൗസ് ബേബി ആദ്യമായിട്ടാണ് തോന്നുന്നു കയറുന്നത്. അവനക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഇതെങ്ങനെയാണ്, നമ്മളെവിടേക്ക് ആദ്യം പോകുന്നത്, നമ്മളെപ്പോഴാണ് എത്തുക, ഇതൊക്കെ ചോദിച്ചിങ്ങനെ ഇരുന്നിട്ട് സമയം പോയത് സത്യം പറഞ്ഞാൽ അറിയില്ല.